ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി ബിഗ് ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെയുണ്ട് പരിപാടി? കൊള്ളാം. ഒരു വലിയ ചോദ്യം, നമ്മുടെ തമ്പനയിൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം തന്നെയാണ്. ആരാണ് ലാലേട്ടൻ? എന്താണ് ലാലേട്ടൻ? ഇത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഓരോ സിനിമ വരുമ്പോഴും ഓരോ ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടുക. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തുടരും എന്ന സിനിമ വന്നിരിക്കുന്നു. ആ തുടരും സിനിമ തന്നിരിക്കുന്ന ചില ഉത്തരങ്ങൾ, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് കണ്ട് കേട്ട് പഴകിയ ഒരുപാട് ഉത്തരങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. പുതിയ ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഈ തുടരും തരുന്ന ഉത്തരങ്ങളിലേക്ക്. ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ, ഇപ്പോൾ വലിയ സിനിമകൾ വരുമ്പോൾ വാഴ്ത്തിപ്പാടലുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് ഉത്തരങ്ങൾ കിട്ടും. ലാലേട്ടൻ അതാണ്, ലാലേട്ടൻ ഇതാണ്. വളരെ മോശം സിനിമ സംഭവിക്കുമ്പോൾ ലാലേട്ടൻ ഇതാണ്, ലാലേട്ടൻ ഇതാണ്, അതും കിട്ടും. ഇതിനൊക്കെ നമുക്ക് ഒരു ഒറ്റ ഉത്തരവുള്ളൂ, തിരിച്ചു മറുപടി കൊടുക്കാനായിട്ടുള്ളത് ഒറ്റൊന്നുള്ളൂ. ഇവരിന്നലെ പുറത്തുവിട്ട ഒരു പോസ്റ്റർ, ലാലേട്ടൻ തുടരും, അതായത് മോഹൻലാൽ തുടരും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒറ്റ ഉത്തരവുള്ളൂ. അത് വിമർശകർക്കും ആരാധകർക്കും ഒക്കെ ഉള്ളതാണ്. മോഹൻലാൽ തുടരും. ആ ഒരു പോസ്റ്റർ കണ്ടു തന്നെ തുടങ്ങാം. ഇതാ, പിന്നെന്താ, എത്ര മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്ററാണത്. എന്താ പറയാ അല്ലേ? അല്ലെങ്കിൽ ലാലേട്ടനെ കുറിച്ച് ചോദിച്ചാൽ തന്നെ ഇപ്പം വാക്കുകൾ ഒരുപാടായിരിക്കും. ഈ പോസ്റ്ററിലെ ഈ മോഹൻലാൽ തുടരുമെന്നുള്ള ആ എഴുതിയിരിക്കുന്ന രീതി, പിന്നെ അതിൽ മോഹൻലാൽ തുടരുമെന്നുള്ള ഒരു വലിയ വർത്താനം പറയുന്ന രീതിയിലല്ല. അതാണ് മോഹൻലാൽ തുടരും, അതായത് മോഹൻലാലിൻ്റെ തുടരും എന്ന സിനിമയുടെ ഒരു പോസ്റ്ററാണത്. ആ രീതിയിലാണത് വരുന്നത്. ഒന്ന്, പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പിക്ക്, നമ്മൾ വലിയൊരു ഓട്ടത്തിന് തയ്യാറായിട്ടേ അങ്ങനെ കുതിക്കാനായിട്ട് നിൽക്കൂലേ, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുന്ന ഒരു നൃത്തം, ആ സാധനമാണ്. മനസ്സിലാക്കണോ? പിന്നെ സിനിമ കണ്ടവർക്കറിയാം ഈ സിനിമയുടെ ആ സിനിമേന്റെ ഒരു ഓട്ടം അത് അവിടുന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ഗംഭീര സ്റ്റാർട്ടിങ് തന്നെയാണ് കേട്ടോ. അത് ഭീകരായിരുന്നു. ഓക്കെ, എന്തായാലും ഗംഭീര പോസ്റ്റർ, അടിപൊളി ക്യാപ്ഷനും. ക്യാപ്ഷൻ എന്നുള്ളതില്ല, ആളുടെ പേരും സിനിമയുടെ പേരുമാണ്, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞ, മറ്റൊന്നും ഇതിന് വേണ്ട. ഈ ഒരു സാധനം മാത്രം മതി. മോഹൻലാൽ തുടരും, അത് മതി. ഇത് വലിയൊരു ഉത്തരം. അതെ, അതാണ്. എന്തായാലും ഈ സിനിമ നമുക്ക് തന്ന ഈ ചോദ്യത്തിനുള്ള കുറച്ച് ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യം, അതായത് ഞങ്ങൾ ശരിക്കും വാരിക്കുഴിയിൽ ഇങ്ങനെ പെട്ടിരിക്കുകയായിരുന്നു. ഇത് ലാസ്റ്റാണ്, ഡെത്ത് റേസാ. ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ ജീവിതം, അതായിരുന്നു അവസ്ഥ. അപ്പോൾ ആ സമയത്ത്, അതായത് ഞങ്ങളെ ഈ ഒരു വാരിക്കുഴിയിലേക്ക് എത്തിച്ചത് ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ്റെ സിനിമകൾക്ക് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ലാലേട്ടൻ്റെ സിനിമകൾ ചെയ്യുമ്പോഴേ ഒന്നെങ്കിൽ മുറ്റത്ത് വിമാനം, അല്ലെങ്കിൽ വിമാനത്തിൽ കയറി ആകാശം. ഇതാണ് എല്ലാവർക്കും സംഭവിക്കുക. അതെ, നിലത്തിറങ്ങി നിൽക്കാറില്ല. അതെ, സംഭവ ബഹുലാണെങ്കിൽ മുറ്റത്ത് വിമാനം കിടക്കും, അപ്പോൾ നമ്മൾ ആരാ? രാജാവ്. അതെ, അല്ലെങ്കിൽ ആ വിമാനത്തിൽ നമ്മൾ പറക്കും, അപ്പോൾ നമ്മൾ ആരാ? ഇത് രണ്ടും സംഭവിക്കുള്ളൂ. അപ്പോൾ മോശം വന്നു, അതുകൊണ്ട് തന്നെ മോശം കാര്യങ്ങൾ നമുക്ക് പറയേണ്ട ആ സാഹചര്യം വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടിരിക്കുകയായിരുന്നു, കുഴിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇത് ലാസ്റ്റ് ആയിരുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി വേറൊന്നില്ല. സത്യം, ആ ലാസ്റ്റ് നിമിഷത്തിൽ നമ്മളെ കൈ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നത് ലാലേട്ടൻ തന്നെ. അതാണ് ശരിക്കും വാരിക്കുഴിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഒരു ഒറ്റക്കൊമ്പനെ കൊണ്ടാണല്ലോ പിന്നെ കയറ്റുക. ആ ഒറ്റക്കൊമ്പൻ തന്നെയായിരുന്നു ശരിക്കും ലാലേട്ടൻ. ഞങ്ങള് അതിന്റെ കൂടെ അങ്ങ് പൊന്തി ഞങ്ങളങ്ങ് സിമ്പിളായിട്ട് ആ രണ്ട് കൊമ്പിൽ കുത്തിയെടുത്ത് മുകളിൽ കൊണ്ടുവച്ചു. ഞങ്ങളങ്ങ് ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് എടുത്തു വെച്ചു. ശരിക്കും അത് വലിയൊരു ഉത്തരം തന്നെയാണ്. അതിൽ ആരാണ് ലാലേട്ടൻ എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്ന ഉത്തരം, ഈ സിനിമ തന്ന ഉത്തരം. തീർച്ചയായിട്ടും നമ്മൾ പല സമയങ്ങളിലും പറയാറുണ്ട് ലാലേട്ടനെ കുറിച്ച്. ലാലേട്ടനെ ഇങ്ങനത്തെ സിനിമകൾ വരാറില്ലല്ലോ. നമ്മൾ പറയുന്നതിനകത്ത് മെയിനായിട്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള കാര്യങ്ങളും അത് തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലാലേട്ടൻ, അതായത് എല്ലാം അടങ്ങിയ ഒരു സിനിമ. അങ്ങനത്തെ ഒരു സാധനം നമുക്ക് കുറെ നാളുകളായിട്ട് മിസ്സിങ് തന്നെയായിരുന്നു. ആ മിസ്സിങ് ശരിക്കും മാറ്റിയത് ഇതാ തുടരും. അത് തന്നെയാണ് ലാലേട്ടന്റെ ഒരു മനസ്സിൽ നിന്ന്, ഉള്ളിൽ നിന്ന് വന്ന ഒരു താങ്ക്സ് ഉണ്ട്. സിനിമക്ക് നല്ല അഭിപ്രായം വന്നപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ്, അതായത് ആൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ശരിക്കും തൻ്റെ സിനിമകൾക്ക് ഈ അടുത്ത് കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവം അല്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ആൾക്ക് ഫീൽ ചെയ്തിട്ടാണ് ആ രീതിയിലുള്ള ഒരു എഴുത്ത് തന്നെ വന്നുള്ളത്. ഉറപ്പല്ലേ? അത് ശരിക്കും ഉള്ളിൽ തട്ടിയിട്ടുള്ള എഴുത്ത് തന്നെയാണ്. എന്തായാലും മറ്റൊരു ഉത്തരം, തരുൺ മൂർത്തി, ഡയറക്ടർ. അതായത് ആള് ഡയറക്ഷനിൽ കഴിവ് തെളിയിച്ച ഒരാളാണ്. സൗദി വെള്ളക്ക, പിന്നെ ഓപ്പറേഷൻ ജാവ, വളരെ മികച്ച രണ്ട് രീതിയിലുള്ള രണ്ട് സിനിമകളാണ്. നല്ല വിജയം
കൈവരിച്ച സിനിമയാണ്, അവാർഡുകളും വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ക്രിട്ടിക്സ് കിട്ടിയിട്ടുള്ള സിനിമകളായിരുന്നു. ഈ സിനിമ സംവിധാനം ചെയ്ത തരുൺ മൂർത്തി ആളുടെ കഴിവ് തെളിയിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ആൾക്ക് അപ്പോഴൊന്നും കിട്ടാത്തൊരു പ്രിവിലേജ്, അതായത് മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ വിജയിപ്പിച്ചപ്പോൾ കിട്ടുന്നത് അത്ഭുതമാണ്. അതാണ് ലാലേട്ടൻ. തീർച്ചയായിട്ടും ഇപ്പം കേരളത്തിലെ നമ്പർ 1 ഡയറക്ടേഴ്സിൽ ഒരാളായി മാറി. ഇതുപോലെ തന്നെ പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു ജിത്തു ജോസഫും. അതായത് ജിത്തു ജോസഫും കഴിവ് തെളിയിച്ച ആളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ലാലേട്ടനെ വെച്ച് ദൃശ്യം അങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോൾ റേഞ്ച് ഇവിടെ നിന്ന ആള് ഒരൊറ്റ കേരള. അതായത് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ജിത്തു ജോസഫിന്റെ ഒരു സിനിമ വരുമ്പോൾ ഇപ്പൊ എന്താ അതിനൊരു വരവേൽപ്പ് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഇപ്പം തരുൺ മൂർത്തി ഒരു റേഞ്ചിലേക്ക് അങ്ങ് എത്തി. സംവിധായകരുടെ പേര് ഒരുപാടുണ്ട്, കുറെ ഉണ്ട് വലുതാക്കിയ, അതായത് ലാലേട്ടന്റെ പേര് കൊണ്ട് വലുതാക്കിയ അവരുടെ, അതായത് ലാലേട്ടന്റെ സിനിമ ചെയ്ത് വിജയിപ്പിച്ചതിന്റെ പേരിൽ വലിയ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. വൈശാഖൊക്കെ അങ്ങനെ വന്ന അത്രയും വലിയ പേര് വന്നത്. ഇപ്പൊ നമ്മുടെ തരുൺ മൂർത്തി കിട്ടുന്ന ഒരു പ്രിവിലേജ് അത് തന്നെയാണ്. എന്താണ് ലാലേട്ടൻ എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ ഈ സിനിമ തരുന്ന ഉത്തരം, ഏറ്റവും വലിയ ഉത്തരം ശരിക്കും അത് തന്നെയാണ്. പിന്നെ മറ്റൊരു സംഭവം ഉണ്ട്, അതായത് ഷസാമിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. ആള് സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം റിവ്യൂ ഇടുന്നതിന് മുൻപായിട്ടുള്ള ആളുടെ ആദ്യ പ്രതികരണം വന്നത് അങ്ങനെയാണ്. സ്റ്റോറിയിൽ ഇതായിരുന്നു, ലാലേട്ടൻ ഈസ് ബാക്ക് ബിച്ചസ് എന്നാണ്. അതായത് നമ്മളൊക്കെയാണ് അതിലും പെട്ട ആൾക്കാരാണ് നമ്മളെല്ലാവരും. അതായത് ആ വിളിച്ചിരിക്കുന്ന സ്റ്റോറി ഇട്ട ഷസാം അടക്കം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ലാലേട്ടൻ്റെ ഇന്നത് വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ് റിവ്യൂ ഇട്ട ആള് തന്നെയാണ് അത്. നമ്മളും ഒക്കെ. അപ്പോൾ നമ്മുടെ നേരെ വിരൽ ചൂണ്ടിട്ട് നമ്മളെ തെറി വിളിക്കുന്ന അവസ്ഥ. അത് ലാലേട്ടൻ എന്താണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്, മറ്റൊരു ഉത്തരം. അതെ, ഇത് ശരിക്കും നമ്മൾ പല സമയത്തും എവിടെ ലാലേട്ടൻ, നമ്മുടെ പഴയ ലാലേട്ടനോട് എത്ര സിനിമകളുടെ റിവ്യൂ സമയത്തൊക്കെ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതായിരുന്നു. അതായത് എവിടെ പോയി, ആളുടെ ആ കഴിവ് എവിടെ പോയി, അങ്ങനെ പലതും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എല്ലാത്തിനും ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെടുത്തിട്ട് വേസ്റ്റ് ബക്കറ്റിൽ ഇടുകയാണ്. എന്നിട്ട് കണ്ടോടാ ബിച്ചസ്, പച്ച മലയാളത്തിൽ കണ്ടോടാ ചെറ്റകളെ, ലാലേട്ടൻ കണ്ടോ, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇതാണടാ എന്ന് തന്നെ പറയണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയാൻ തോന്നിപ്പോണ സാധനം അതാ, ഇതാടാ ലാലേട്ടൻ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് നമ്മളെ തന്നെ തെറി വിളിക്കുന്ന സാഹചര്യം, പിന്നെ നമ്മളെ തന്നെ അതായത് പ്രതിക്കൂട്ടിലാകുന്നു. ഭീകരമായുള്ള കാര്യമാണത്. അത് വലിയൊരു ഉത്തരമാണ് കേട്ടോ. എന്താണെങ്കിലും ഒരു ചെറിയൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഇനിയും ഇതുപോലുള്ള എന്താ പറയാ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ, സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതിൽ പിന്നെ വേറെന്താ അറിയോ, ഇതൊക്കെ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതെ, ഇതൊക്കെ വല്ലപ്പോഴും സംഭവിക്കണം, അത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ എല്ലാ സിനിമകളും വിജയിപ്പിക്കണം എന്നുള്ളത് ഒരാൾക്കും കഴിയുന്ന കാര്യമല്ല, ആരെക്കൊണ്ടും പറ്റില്ല. അതെ, അപ്പോൾ വല്ലപ്പോഴും ഇത് സംഭവിക്കണം, അപ്പം മാത്രം നമുക്ക് ഈ ഒരു വേദന വരുന്നുള്ളൂ. ഇത് വരാതെ ഇരിക്കുമ്പോൾ ഒരുപാട് സിനിമകൾ അടുപ്പിച്ച് ഫ്ലോപ്പ് ആകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലോട്ട് നമുക്ക് തന്നെ സങ്കടം തോന്നുന്നത്. അങ്ങേര് പോയോ, അങ്ങേരുടെ അഭിനയമൊക്കെ എവിടെ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാണ് അപ്പളാ. എന്തായാലും മറ്റൊരു വലിയ ഒരു ഉത്തരം, അതായത് തുടർ സിനിമ വെക്കുന്ന വലിയ മറ്റൊരു ഉത്തരമാണ് എന്താണ് ലാലേട്ടൻ എന്നുള്ളതിൻ്റെ. അതായത് തുടർ സിനിമ ഫസ്റ്റ് സാധാരണ പോലെ ഒരു സിനിമ റിലീസാവുന്നു, ഓവർ ഹൈപ്പ് ഒന്നുമില്ല. പക്ഷെ ലാലേട്ടനാണ് അഭിനയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഹൈപ്പ് ഉണ്ട്, ഉള്ളിൽ അത് വലുത് തന്നെയാണ്, അത് സംശയമല്ല. അപ്പോൾ സിനിമ സംഭവിച്ചു, അതിനുശേഷം വളരെ മികച്ച അഭിപ്രായം വന്നു. പിന്നെ നമുക്ക് കിട്ടിയ ഉത്തരം അത് ഭീകരമായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഇതുവരെ കാണാത്ത സംഭവങ്ങളാണ്. അതായത് ഓരോ സിനിമയും ഓരോ ഉത്തരങ്ങളാണ് തരുന്നത്. എമ്പുരാൻ നമുക്ക് വലിയ ഉത്തരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ആ എമ്പുരാൻ്റെ മുകളിലേക്ക് മറ്റൊരു ഉത്തരം തരികയാണ് ഇത് തുടരും. ഇപ്പോൾ സിനിമയുടെ ആദ്യ പ്രതികരണം വന്നതിന് ശേഷം, അതായത് 24 മണിക്കൂറിൽ 428K ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറിൽ, ഇത് റെക്കോർഡാണ്. അതായത് എമ്പുരാനെയാണ് ബീറ്റ് ചെയ്തിരിക്കുന്നത്. എമ്പുരാൻ ഇതിൻ്റെയൊക്കെ കുറേ പുറകിലാണ്. അതായത് 379K ആയിരുന്നു. 379K. അതായത് തുടരുന്നതിൻ്റെ താഴെയുണ്ട്. പക്ഷേ ആ സിനിമയുടെ വലുപ്പം ഒന്ന് ആലോചിക്കണം. അതൊരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ, പാൻ ഇന്ത്യൻ, അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എന്നുള്ള രീതിയിൽ വന്നു. പിന്നെ അതിനുണ്ടായിരുന്ന ഒരു ഹൈപ്പ് ഭീകരമായിരുന്നു. അത് ആ ഹൈപ്പൊക്കെ തുടരും സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഇനി അതുകൊണ്ട് ഇപ്പതായി ഇനിയിപ്പോൾ അതിനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ 3-ാം സ്ഥാനത്ത് ദ ഗോഡ് ലൈഫാണ് 294K. പിന്നെ 4-ാം സ്ഥാനത്ത് മാർക്കോ ആയിരുന്നു 186K. അങ്ങനെ വലിയ ഉത്തരങ്ങളാണ് വീണ്ടും നമുക്ക്. എന്താണെങ്കിലും ആ ലിസ്റ്റില് ടോപ്പ് 1, 2
അത് രണ്ടും ലാലേട്ടൻ അങ്ങ് എടുത്തു വെച്ചേക്കാണ്. അതാണ്. ഇനി അതും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന 2 സിനിമകൾ. അതെ ഏത് അതെ, രണ്ടും അവസാനമായി വന്നിരിക്കുന്ന 2 രണ്ട് സിനിമകൾ. എന്താണെങ്കിലും ഇത് ഈ പോക്ക് അങ്ങനെ പോട്ടെ. അതെ, ഇപ്പോ സിനിമ റിലീസായിട്ട് 24 മണിക്കൂർ ശരിക്കും തികഞ്ഞിട്ടില്ല, അതെ ആവുന്നുള്ളൂ അല്ലേ? നമ്മൾ കണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയമായിട്ടില്ലല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിനുള്ളിലാണ് ഇത്രയും ഉത്തരങ്ങൾ. ഇനി ദിവസങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അപ്പോഴേക്കും വീണ്ടും വേറെ കുറെ ഉത്തരങ്ങൾ തന്നു. ഇനി കുറെ റെക്കോർഡുകൾ ഇപ്പം കുറച്ച് സമയത്തിനുള്ളിൽ ഇനി പൊളിയാനുള്ളതാണ്. അതെല്ലാം ഇനി ഇതെല്ലാം വീണ്ടും പൊളിക്കണമെങ്കിൽ ആശാൻ തന്നെ വരണം. ആള് തന്നെ പൊളിച്ചോണ്ടിരിക്കുന്നു. അതാണ്, സ്വന്തം റെക്കോർഡ് വരും, പൊളിക്കും, വീണ്ടും ഇനി ആള് തന്നെ വരണം. അത് ഞാൻ എവിടെയും വായിച്ചേ, അതായത് കൂടെ മത്സരിക്കാനോ അല്ലെങ്കിൽ ഒപ്പം നിന്ന് റെക്കോർഡ് സൃഷ്ടിക്കാനോ വേറെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ തിരുത്തുന്നു. അതാണ് സംഭവം, സത്യം പറഞ്ഞ സിമ്പിൾ അതാണ് സാധനം. എന്താണെങ്കിലും തിയേറ്ററിൽ കാണാത്ത ആൾക്കാർ ടിക്കറ്റ് ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ, ടിക്കറ്റ് ഒക്കെ വൻ ക്ഷാമമാണ്, ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പൊ എന്തായാലും പോയി കാണുക കേട്ടോ സിനിമ, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.